മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം എല്ലാ നിലയിലും അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സർവ നിലയിലുമുള്ള ഉണർവുകൾ ഒരു മാസം അനുഭവിച്ചതിന് ശേഷമുള്ള ആദ്യ ജുമുഅയാണിത്. മഹത്തായ റമളാൻ അത് നമ്മിലുണ്ടാക്കിയ മാനസിക ഉന്മേഷം അത് വിവരണാതീതമാണ്. ജീവിതം പൂർണ്ണമായും നാം ഇച്ഛിക്കുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ ദീൻ ആഗ്രഹിച്ച വഴിയിലും മേഖലയിലും എത്തിച്ചേരാനുള്ള തത്രപ്പാടിലും പരിശ്രമത്തിലുമായിരുന്നു ആ ഒരു മാസം. സൂറത്ത് അൻഫാലിലെ ആദ്യത്തെ ഒരു 2-3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ ഫത്തഖുല്ലാഹ് വഅസ്ലിഹൂ ദാത്ത ബൈനിക്കും വഅതീഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ആദ്യത്തെ 4 ആയത്തുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതിൽ ഈ സന്ദർഭവുമായി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മളുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും രൂപപ്പെടേണ്ട ചില ആശയങ്ങൾ ഈ ആയത്ത് വിവരിക്കുന്നു. മുസ്ലിമുകൾ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഭാഗം. അവരാണ് അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും വിധേയപ്പെട്ട് ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവർ. അതിനപ്പുറം പൂർണ്ണമായ അംഗീകാരം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നൽകണമെന്നും ഒപ്പം തൃപ്തമായ മനസ്സോടെ റസൂലിനെ പിന്തുടരണമെന്നുമാണ് ഈ ആയത്തിൻ്റെ രത്നച്ചുരുക്കം. യസ്അലൂനക അനിൽ അൻഫാൽ, അൻഫാലിനെ കുറിച്ച് നിന്നോട് അവർ ചോദിക്കുന്നു. നഫുൽ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അൻഫാൽ. ഇപ്പോൾ സ്വലാത്തുൻ നഫുൽ നമുക്ക് സുപരിചിതമായൊരു വാചകമാണ്. നഫുൽ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം നിർബന്ധത്തിന് പിറകെയുള്ള, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പുറമേയുള്ള, ഐച്ഛികമായി അധികമായി നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റമദാനിൽ പലതും നമ്മൾ നിർവഹിച്ചത്. നിർബന്ധ കാര്യങ്ങളല്ല, അതിനപ്പുറം വേറെ ഒരുപാട് ഇബാദത്തുകളിലായിരുന്നു. അങ്ങനെയാണ് നഫ്ല് നമസ്കാരം എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഇവിടെ അർത്ഥമാക്കുന്നത് യുദ്ധാനന്തരം വിജയികളായ അള്ളാഹുവിൻ്റെ ദൂതനും സ്വഹാബിമാർക്കും ലഭ്യമായ ഗനീമത്ത് സ്വത്തിനെ സംബന്ധിച്ചാണ്.
അപ്പോൾ ഇവിടെ വിഷയം സാമ്പത്തികമാണ്. അപ്പോൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ലഭിച്ചത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഗനീമത്ത് ഉപയോഗിച്ചത്. അത് ആർക്കാണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് കിട്ടുമോ അവർക്ക് കൊടുക്കണോ എന്നൊക്കെയാണ് വിഷയം. ഖുലിൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ, നീ പറയുക അൻഫാല് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ലഭ്യമാകുന്നതാണ്, അത് അവരുടേതാണ്. അപ്പോൾ നിങ്ങളാരും പറയുന്നത് പോലെയല്ല. ആയത്ത് അവതരിക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലാണ്. അവിടെ അള്ളാഹുവിൻ്റെ റസൂല് നിർത്തിയ കുറേ സഹാബികളുണ്ട്. 317-ൽ 313 പേര് നേർക്ക് നേരെ ഇടപെട്ടവരാണ്. പ്രായമായവരും വയ്യാത്ത ആളുകളിലും ഓരോരുത്തരെയും ഓരോ ചുമതല നൽകി ഓരോ സ്ഥലത്ത് നിർത്തി. പതാക വഹിച്ച് നിൽക്കുന്നവർ ഒരു ഭാഗത്ത്. അതിൽ പ്രായം തികയാത്തതുകൊണ്ട് നബി നേർക്ക് നേരെ യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകി മാറ്റി നിർത്തിയവർ. എന്നാൽ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ അവരുടെ ആവേശം നിമിത്തം യുദ്ധത്തിൽ നേർക്ക് നേരെ ഇടപെട്ടു. അവർ സമരാർജിത വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. ശത്രുപക്ഷത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ നിർബന്ധമായി പിടിച്ചെടുക്കാവുന്നതോ ആയ സമരായുധങ്ങൾ അവർ കരസ്ഥമാക്കി. അപ്പോൾ അവർ ധരിച്ച് അതൊക്കെ ഞങ്ങൾക്കുള്ളതാണെന്നാണ്. ഈ പ്രായമായവരൊരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾക്കെന്തെങ്കിലും വന്നാൽ ആശ്രയമായി ഓടിയെത്തുന്നത് ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കാണത് അവകാശപ്പെട്ടത്, നിങ്ങൾക്കല്ല. നിങ്ങൾ പണിയെടുത്തതൊക്കെ ശരിയാണ്. തഫ്സീറിൽ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം വിവരിക്കവെയാണ് ഇത്രയും കാര്യങ്ങൾ പൂർവികരായ ഇമാമുകൾ ഈ ആയത്തിൻ്റെ അവതരണ കാരണം വിവരിച്ച കൂട്ടത്തിൽ ഇത്രയും പ്രതിപാദിച്ചത്. അപ്പോൾ പര്യവസാനത്തിലെത്തിയപ്പോൾ ഇത് ഇവരുടെ ആരുടെയുമല്ല, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയുമാണ്. അപ്പോൾ റസൂലിൻ്റേതായപ്പോൾ റസൂലിന് തീരുമാനമെടുക്കാൻ പൂർണ്ണമായ അവകാശം. അതനുസരിച്ച് ചില വാളുകൾ, വാഹനങ്ങൾ, സമരാർജിത വസ്തുക്കൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് വീതമായിട്ട് നൽകി. അങ്ങനെ നൽകിയപ്പോൾ എല്ലാവർക്കും സമമായിട്ടാണ് നൽകിയത്. അപ്പോൾ സമമായി നൽകുമ്പോൾ വിശ്വാസികളെല്ലാം ഒരേ ഗണത്തിലും അല്ലല്ലോ, ഏറ്റക്കുറച്ചിലുണ്ടാവും. വിശ്വാസത്തിലും ജീവിതത്തിലും അനുഷ്ഠാനത്തിലും ത്യാഗസമർപ്പണത്തിലും ആ ഏറ്റക്കുറച്ചലനുസരിച്ച് പ്രതിഫലവും ഏറ്റക്കുറച്ചിലിൽ വരണം. അത് ഈ ആയത്തിൻ്റെ അവസാനം അത് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരും സമമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അത് വീതം വച്ചു. അപ്പോൾ അവർക്കിടയിൽ ഈ സാമ്പത്തിക സ്രോതസ് ആര് നിമിത്തവും ആകട്ടെ അങ്ങനെ വന്നു കിട്ടിയപ്പോൾ അതിനെ ചൊല്ലിയായി തർക്കം. അതാണ് നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം. എന്തെങ്കിലും ഒരു സൗകര്യം വന്നാൽ പിന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യും, അത് ആർക്കൊക്കെ കൊടുക്കാം, കൊടുക്കണ്ട, ഇങ്ങനെയായിട്ട് ചിന്തകൾ വരും. ആ ചിന്തകൾ ലോകത്ത് എല്ലാ സ്ഥലത്തും എല്ലാ മേഖലകളിലും നമുക്ക് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ അതൊരു മുഖ്യ ഘടകമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുൻപിൽ വലിയ കാര്യമായിട്ടൊന്നും ഖുർആനൊന്നും വിലപ്പോകാൻ സമ്മതിക്കാറില്ല. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മവും തുടക്കവും. അപ്പോൾ അള്ളാഹു അത് പര്യവസാനിപ്പിച്ചത് ഇത് അള്ളാഹുവിൻ്റേതാണ്, റസൂലിനാണ് അതിൻ്റെ പൂർണ്ണമായ ചുമതല. ഇനി എന്താ ചെയ്യേണ്ടത്? വ അസ്ഫത്തക്കുള്ള, നിങ്ങൾ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളിത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്, നിങ്ങളുടെ സാമ്പത്തിക വിഷയമല്ല. അങ്ങനെ തഖ്വ ജീവിതത്തിൽ നിലനിർത്താൻ യത്നിച്ചാലോ
അത് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ വിവരിക്കുന്നുണ്ട്, സൂറ അൻഫാലിൽ തന്നെ. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അലീം. ഇതേ അധ്യായത്തിലാണ് വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടി യത്നിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ യജ്അൽ ലക്കും ഫുർഖാനൻ, അള്ളാഹു നിങ്ങൾക്ക് വേർതിരിവിൻ്റെ വഴി നൽകും, മോചനത്തിൻ്റെ മാർഗം നൽകും, രക്ഷയുടെ വഴി നൽകും, നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കതൊരു വലിയ ആവേശമായി വരും. നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. യുകഫിർ അൻകും സയ്യിആതികും, എല്ലാ ദോഷങ്ങളും അവൻ മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, കൂടാതെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു മഹത്തായ അനുഗ്രഹങ്ങളുള്ളവനാകുന്നു. ഇതാണ് ഇതേ അധ്യായത്തിൽ തന്നെ ഉള്ള കാര്യം. അപ്പോൾ ഇവിടെ അള്ളാഹു നിർദ്ദേശിച്ചത് വ അസ്ലിഹു ദാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ബന്ധം നന്നാക്കി തീർക്കുക, തഖ്വയോടുകൂടി ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അവൻ്റെ വിധികളും കൽപ്പനകളും ശാസനകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ അത് പകർത്തണം, നിങ്ങൾക്കിടയിലുള്ള ബന്ധം നിങ്ങൾ ശക്തിപ്പെടുത്തണം. അത് വളരെ മർമ്മപ്രധാനമാണ്. വ അത്തിയുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വഴിപ്പെടണം. ഇൻ കുൻതും മുഅ്മിനീൻ, അതിനൊരു നിബന്ധന പറഞ്ഞത് നിങ്ങൾ വിശ്വാസികളാണെങ്കിലാണ് ഈ ശാസന നിങ്ങൾക്കുള്ളത്. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടണം. നിങ്ങൾക്കിടയിലുള്ള ഹൃദയബന്ധം നിങ്ങൾ പൂർവമായ അവസ്ഥയിലേക്ക് മാറ്റണം. മുൻപെങ്ങനെയായിരുന്നു അങ്ങനെ. കുറച്ച് 4 കാശ് വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടായെന്ന്. അപ്പോൾ നിങ്ങളിൽ ചേരിതിരിവുണ്ടായി, നിങ്ങളിൽ ഗ്രൂപ്പുകളുണ്ടായി. അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. അതിൽ 240 അല്ലെങ്കിൽ 218ഓളം അൻസാറുകളാണ് അവിടെ ഉള്ളത്. ബാക്കിയാണ് മുഹാജിറുകളായ സഹാബിമാർ. തിരിവ് വരുമ്പോൾ എന്തായാലും ഓരോന്ന് പുറകോട്ട് പോയിട്ട് അത് കുറച്ചുകൂടി ശക്തിപ്പെട്ട് പ്രബലമായി വേർതിരിയാൻ ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. അവിടെയാണ് അള്ളാഹു തീർപ്പ് കൽപ്പിച്ചത്, ഇത് റസൂലിനാണ് പൂർണ്ണമായ അവകാശം. അവിടെ നിന്ന് പറയും നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം, വഴിപ്പെടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിടയിൽ മുൻപുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തുൽ ഹഷറിലേക്ക് നമ്മൾ വരുമ്പോൾ അത് വളരെ വലിയ ഒരു ദീർഘമായ വിഷയമായി വരും. അത് തൊട്ടടുത്ത വർഷം ഉണ്ടായ ഉഹദുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മദീന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം, അതിൽ എല്ലാ ജാതി മതസ്ഥരും താമസിക്കുന്നു. അവർക്കിടയിലുള്ള ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനും ശക്തി ഉണ്ടാകുന്നതിനും അവർ അസ്വസ്ഥത ഉണ്ടാകാതെ നിർഭയത്വത്തോടുകൂടി ഒരു നാടിനെ ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വ്യവസ്ഥാപിതമായ ചില കരാറുകൾ ഉണ്ടാക്കി ഒപ്പിട്ട് അംഗീകരിപ്പിച്ച് അതിൽ ജൂതനും ക്രിസ്ത്യാനിയും മുശ്രിക്കും മജൂസിയും മുസ്ലിമും എല്ലാം ഒരുപോലെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉഹദ് ഉണ്ടാകുന്നത്. അവിടെ ഒരു വളരെ മർമ്മപ്രധാനമായ വിഷയം, അള്ളാഹുവിൻ്റെ റസൂല് തീരുമാനമെടുക്കുന്നത് എപ്പോഴും സഹാബികളുമായി കൂടിയാലോചിച്ച് അവരുടെ അറിവും സമ്മതവും ആദ്യം തന്നെ വാങ്ങിയിട്ടാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂൽ എന്നൊരാളുണ്ടായി, മുസ്ലിമാണ്, മുനാഫിക്കുകളുടെ തലവൻ എന്നാണ് ഹദീദുകളും ഖുർആനും പരിചയപ്പെടുത്തിയത്. മറുപക്ഷത്തല്ല, മുസ്ലിം പക്ഷത്ത് തന്നെയാണ്. അയാളൊരു വാക്ക് പറഞ്ഞു, നിങ്ങളെങ്ങാനും നിങ്ങളുടെ 10 ദിവസത്തിനകം ഈ രാജ്യം വിട്ടു പോകണമെന്ന് കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, അസഹ്യമായി വന്നപ്പോഴാണ് ആ കൽപ്പന. ഉബയ്യിബിന് സലൂൽ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സംഘം. ഉഹദിലേക്ക് പോകുമ്പോൾ 300 പേരുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ.
നബിയുടെ കൂടെ ആകെ 1000 പേര്, അതിൽ 300 പേരാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂലിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളെ പുറത്തു വിടൂല. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, നീ എന്തു വന്നാലും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന്. അത് പിന്നീട് തൊട്ടടുത്ത ആയത്തിൽ അത് ഖണ്ഡിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്നില്ല എന്ന് മാത്രമല്ല, വിരണ്ടോടുകയാണ് ചെയ്തത്, വാക്ക് പാലിച്ചില്ല എന്ന്. അവരോർത്തു ഇപ്പം ഞങ്ങൾക്ക് സഹായം കിട്ടുമല്ലോ. അതാണ് മുനാഫിക്കുകൾ. അത് ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് ചരിത്രത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സൂറത്തുൽ ഹഷറിലെ ആയത്തുകളും നിങ്ങൾ എടുത്തു വച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ചിത്രം വളരെ കൃത്യമായി മനസ്സിലാവും. നമ്മുടെ വിഷയം അതല്ല. നിങ്ങൾക്കിടയിലുള്ള ബന്ധം, രഞ്ജിപ്പ് ശക്തിപ്പെടുത്തണം. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടണം നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു, അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹു പറയുന്നു എന്നിങ്ങനെ അവർ പറയപ്പെട്ട് കഴിഞ്ഞാൽ, സ്മരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളും, അവരുടെ ഹൃദയത്തിൽ താളമിടിപ്പുകൾ കൂടും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭയഭക്തിയുടെ രീതിയാണ് പറയുന്നത്. വജിലത്ത് ഖുലൂബുഹും വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്യപ്പെട്ടാലോ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം തടസ്സമാകുന്നൊരു സമ്പത്തുണ്ട്. അതിൻ്റെ പൂർണ്ണമായ അവകാശം റസൂലിലാണ്. നബി പറയുന്നത് അന്തിമ വാക്ക്, അത് നിങ്ങൾ അനുസരിക്കണം. കാരണം നബിയെ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനികമായ അനുരണനമുണ്ടാകണം, ഒരു സ്പന്ദനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിവരിച്ചു കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുകയും വേണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സർവോപരി അവസാനം അള്ളാഹുവിൽ നിങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി, യാതൊരുവിധ മാനസിക സമ്മർദ്ദവും നിങ്ങൾക്കില്ല. അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് മേൽനോട്ടക്കാരനായി നിൽക്കും. അവൻ്റെ കൽപ്പനകൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളത് അംഗീകരിച്ച് മുന്നോട്ട് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അല്ലദീന യുഖീമൂന സ്വലാത്ത്, ആരാണ് മുഅ്മിനുകൾ? നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാം കൽപ്പന അവസാനിപ്പിച്ചത്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രയോഗമാണ്. 67 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയം ആവർത്തിക്കുകയാണ്. നമ്മളിൽ വലിയ ഒരു അച്ചടക്ക ശീലം ഉണ്ടാക്കലാണ് നമസ്കാരം. അച്ചടക്ക ശീലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കും. സമയാസമയങ്ങളിലുള്ള നമസ്കാരം നമ്മുടെ മനസ്സിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നമ്മുടെ ഹൃദയം ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പൂർണ്ണമായ അച്ചടക്കത്തിലേക്ക് ഒരു മനുഷ്യനെ മാറ്റും. അതാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. സർവോപരി ആ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചത്, നിങ്ങൾ ചേർന്നാണ് നിൽക്കുക. നിങ്ങൾ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ചേരുകയാണ് അവിടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമില്ലാതെ വരാം, പല ന്യായമായ വാദങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും, അവരുടെയൊക്കെ അടുത്ത് നമുക്ക് ഇരിക്കാവോ എന്നൊക്കെ, അങ്ങനെ പലതും. അതൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ ഈ നമസ്കാരം നിങ്ങളെ ശാരീരികമായി മാത്രമല്ല, സാന്ദർഭികതയിൽ മാത്രമല്ല, സമയനിഷ്ഠയിൽ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ മാനസികമായ യോജിപ്പിന് അത് കാരണമാക്കി തീർക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തും. ഓ മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, ഞാൻ അവർക്ക് നൽകിയത് എൻ്റെ കൽപ്പന പ്രകാരം നിർദ്ദേശമനുസരിച്ച് അവർ ചിലവ് ചെയ്യും. ഇവിടെ എല്ലാ തഫ്സീറിൻ്റെ ഇമാമുകൾ ഒരു വാക്ക് പറഞ്ഞു, നിർബന്ധമായ സക്കാത്തും നിർബന്ധമായ സ്വതക്കകളും ഐച്ഛികമായ സദക്കകളുമെല്ലാം ഈ ഒരു വാചകം ഉൾക്കൊള്ളുന്നു. അത് വേർപെടുത്തിയില്ല. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുസ്യൂതം അവൻ നിർവഹിക്കുന്ന 2 കാര്യത്തിൽ ഒന്ന് നമസ്കാരമാണ്,
രണ്ടാമത്തത് അള്ളാഹു അവന് നൽകിയതെന്തൊക്കെയാണോ അത് പടച്ചവൻ്റെ വഴിയിൽ അവൻ ചെലവ് ചെയ്തുകൊണ്ടിരിക്കും, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ എന്താണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റാസിയെ പോലുള്ളവരൊക്കെ പറഞ്ഞതിൽ ഒരാശയം നാം ഗ്രഹിക്കുന്നത് ഒന്ന് ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം നമ്മൾ എവിടെയാണ് ചെലവഴിക്കേണ്ടതെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആ ആരോഗ്യം വളരെ കൃത്യമായി മനുഷ്യന് ഉപയുക്തമാകുന്ന, ഉപകാരപ്രദമാകുന്ന, മനുഷ്യവംശത്തിന് ഗുണമായി ഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരവും ആരോഗ്യവും ഉപയോഗിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതൊരു ഗൗരവം കൽപ്പിക്കാൻ വേണ്ടിയാണ്. 5 കാര്യങ്ങൾ ഇബ്നു ഹിബ്ബാൻ, അബൂ ദാവൂദ്, തുർമുദി അടക്കമുള്ള ഹദീദ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയൊരു വാചകമാണത്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻഹു. അവനോട് ചോദിക്കാതെ അവൻ്റെ കാൽപാദം ചലിപ്പിക്കില്ല മഹ്ശറയിൽ. അതിലൊന്ന് നിൻ്റെ ആരോഗ്യം നീ എന്തിന് ചെലവഴിച്ചു എന്നാണ്, നിൻ്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു എന്നാണ്, നിൻ്റെ സമ്പത്ത് എന്തിന് ചെലവഴിച്ചു എന്നാണ്, നിൻ്റെ വിജ്ഞാനം എന്തിന് ചെലവഴിച്ചു എന്നാണ്. ഇത് ചോദ്യത്തിന് വിധേയമാകുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്ന് നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യമാണ് ചെലവ് ചെയ്യേണ്ടത്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ക്രമത്തിൽ ആരോഗ്യം വിനിമയം ചെയ്യണം എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് നമ്മുടെ അറിവാണ്. അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. അറിവെന്ന് പറഞ്ഞാൽ വരുന്ന ഒരു തലമുറ ആദ്യം മുതൽ പഠിക്കേണ്ട നമ്മളിൽ നിന്ന് പഠിച്ചാൽ മതി. ഈ അമ്പിയാക്കന്മാരുടെ ഒരു പ്രത്യേകത അതായിരുന്നല്ലോ. ആദം അലൈഹിസ്സലാമിന് ശേഷം വന്ന അമ്പിയ മുർസലികളെല്ലാം തുടങ്ങുകയല്ല ചെയ്തത്, അവർ നിർത്തിയിടത്തുനിന്ന് ആരംഭിക്കുക ചെയ്ത്. അതുകൊണ്ടാണ് മുസദ്ദിഖ് എന്ന് പറയാൻ കാരണം. മുൻപ് വന്ന ഇദ്രീസ് നബി ശരിയായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നതെന്ന് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്. യൂസുഫ് ശരിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കിതാബ് ശരിയാണ്, ആ കിതാബ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഒരു നബിയും തുടങ്ങുകയല്ല ചെയ്തത്. മുൻകഴിഞ്ഞ പ്രവാചകനെ എവിടെയാണോ എത്തിച്ച് നിർത്തിയതൊരു സമൂഹത്തെ, അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നർത്ഥം. അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ അറിവുകൾ അടുത്ത തലമുറ നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നാണ്. ഒരറിവും മറച്ചു വയ്ക്കാൻ പാടില്ല. പല ഹദീദുകളും, ഗൗരവമുള്ള ഹദീദുകൾ ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സഹാബി, അദ്ദേഹം മരണസമയത്ത് ആളുകളെ വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത്. അത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുമെന്നാണ്. അപ്പോൾ പലരും അന്ന് തന്നെ ചോദിച്ചു, ഇത് പറഞ്ഞാൽ ആളുകൾ അമലുകളൊക്കെ ഒഴിവാക്കൂലേന്ന്. ഇത് മതിയല്ലോ ആകെ. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് തഅസ്സുമൻ, ആ വാക്ക് അവസാനിപ്പിച്ച് ആ വാചകം പറഞ്ഞിട്ടാണ്. ഞാനൊരു പാപിയാകും. നബിയിൽ നിന്ന് കേട്ട ഒരു വചനം, ആ അറിവ് നിങ്ങൾക്ക് പകരാതെ ഞാൻ മരിച്ചു പോയാൽ ഞാനൊരു പാപിയായിത്തീരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന്. അപ്പോൾ ഹദീദിൻ്റെ ആശയം വളരെ കൃത്യമാണ്, വ്യക്തവുമാണ്, അടിസ്ഥാനപരമായ വിശ്വാസ കാര്യമാണ്. ആ വിശ്വാസം തേടുന്ന എല്ലാ അമലുകളും കർമ്മങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അള്ളാഹു നൽകിയത് നമ്മുടെ ആരോഗ്യമാണ്, 2 നമ്മുടെ അറിവാണ്. മൂന്നാമത്തതാണ് സമ്പത്ത്. മൂന്നാമത്തത് സമ്പത്താണ്. അത് പടച്ചവൻ നൽകിയതാണ്. അത് നമ്മുടെ അധ്വാനവും പ്രയത്നവും അല്ല. അത് എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ് അവിടെ വച്ച്. അത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണല്ലോ സമ്പത്ത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് നോക്കുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഓരോ വർഷം ടൈം ടേബിൾ ഇട്ടുണ്ടാക്കിയ അനുസരിച്ചാണോ കാശുണ്ടായത്? അല്ലല്ലോ. നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ വളർന്നു പോയതാണ്. അങ്ങനെയാണ് അതിൻ്റെ രീതിയുള്ളത്. ഒരു ഇംഗ്ലീഷ് ഒരു ആപ്തവാക്യമുണ്ട്, അത് വളരെ പ്രസിദ്ധരായ എഴുത്തുകാരൊക്കെ എഴുതിയതാണത്. അങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷം, ഒരു അഭിവൃദ്ധി വരുമ്പോൾ അത് കൂട്ടത്തോടെ വരുള്ളൂ, 1 or 2 നിർത്തൂല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി സന്താപം, നഷ്ടമാണെങ്കിലോ അതും കൂട്ടത്തോടെ വരുള്ളൂ. നെഹ്വിൽ ഗ്രാമർ പഠിപ്പിക്കുന്നിടത്തൊരു 2 കവിതയുണ്ട്.
കവിത എന്താണെന്ന് വെച്ചാൽ വളരെ സുപരിചിതമായി അർത്ഥം മനസ്സിലാകുന്ന രണ്ട് ആശയങ്ങളാണ്. അതിൽ പറഞ്ഞത്, അദ്ദേഹം അതിനകത്ത് സമർത്ഥിക്കുന്നത്, ഇത് അറിവിൻ്റെ, കഴിവിൻ്റെ, പരിശ്രമത്തിൻ്റെ, യുക്തിയുടെ, കൗശലത്തിൻ്റെയൊക്കെ കാര്യത്തിലാണ് സമ്പത്ത് ഉണ്ടാകുന്നത് എങ്കിൽ സമ്പത്ത്, ഈ അറിവുള്ള വലിയ വലിയ വിദ്യാഭ്യാസ മീമാംസകരായ ആളുകൾ സമ്പന്നരാകണ്ടേ? ഇതൊന്നുമില്ലാത്ത ആളുകൾ അവർക്ക് ശമ്പളം കൊടുത്ത് ജോലിക്ക് വച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കുകയാണ്. അവർക്ക് നിരക്ഷരരാണ്, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഹദല്ലദീ തറക്കൽ ലൗഹാമ ഹൈറത്തൻ വസയ്യറൻ അലിമൻ യഹരീറ സിന്ദീഖ. ഇവിടെയാണ് മനുഷ്യബുദ്ധി അന്താളിച്ചത്, പകച്ചുപോയി, സ്തംഭിച്ചുപോയി. ഇതെന്തൊരു മറിമായം! ഇതൊരു വലിയ അത്ഭുതമാണല്ലോ ഇത്. മാത്രമല്ല, ഒരുപാട് ചിന്തകർ മതത്തെ തന്നെ ഒഴിവാക്കി കളഞ്ഞു. ദൈവത്തെ ദൈവനിരാസത്തിലേക്ക് ചെന്ന് ചേർന്നു. ഹാദല്ലദീ തറക്കൽ ലൗഹാമ ഹൈറത്തൻ വസയ്യറൻ ആലിമൻ. പണ്ഡിതന്മാരെ, എത്രയോ പണ്ഡിതന്മാരെ യഹരീറ സിന്ദീഖ, സിന്ദീഖുകളാക്കി മാറ്റി. അതാണ് സമ്പത്ത്. ആ സമ്പത്ത് പടച്ചവൻ നൽകിയതാണ്. അത് നിങ്ങൾ അവൻ്റെ കൽപ്പനപ്രകാരം, അവൻ്റെ അഭീഷ്ടമനുസരിച്ച് നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും അവകാശികളും എല്ലാം മനുഷ്യരെയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അത് വളരെ സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഇവരാണ് ശരിയായ യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യത്യസ്ത പദവികളിലുള്ള പദവികളാണ് കിട്ടുക. ഈ സമ്പത്തിൻ്റെ വീതം ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരുപോലെ ആകരുതല്ലോ എന്ന് പറഞ്ഞതിന് മറുപടിയാണിത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പദവികൾ വ്യത്യസ്തമാണ്. അതെല്ലാവർക്കും അത് നൽകും. അത് സ്വർഗം എല്ലാവർക്കും കിട്ടും. പക്ഷെ പദവികൾ വ്യത്യസ്തമാണ്. ഹദീസുകളിലൊക്കെ എത്രയോ ദൈർഘ്യതയിലാണ് ഒരാൾ മറ്റൊരു സ്വർഗവാസിയെ കാണുക എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വ മഗ്ഫിറത്തുൻ, പാപമോചനവും കിട്ടും, വ റിസ്ഖുൻ കരീം, മാന്യമായ വിഭവങ്ങളും. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുന്ന, അച്ചടക്കം പാലിക്കുന്ന, നമ്മുടെയൊക്കെ ഈഗോ മാറ്റി വച്ചിട്ട് മനസ്സുകളെ യോജിപ്പിച്ച് അന്യോന്യം അംഗീകരിച്ച് ബഹുമാനപൂർവം ജീവിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലോകത്തിന് വരാൻ പോകുന്ന ഗുണങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞതൊക്കെ. നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മുടെ സൊസൈറ്റികളിൽ, സംഘങ്ങളിൽ, പ്രവർത്തകരിൽ ഒക്കെ ഉണ്ടാകേണ്ടതാണ് ഇപ്പം ഈ പറഞ്ഞ സൂചന. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.